ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ കുഞ്ഞെഴുത്ത് പാഠപുസ്തകത്തിലെ 8ാമത്തെ പാഠമായ പെയ്യട്ടങ്ങനെ പെയ്യട്ടെ എന്ന പാഠത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. തവളയുടെ ചിത്രം വരയ്ക്കൂ. ഇവിടെ ഒരു തവളയെ വരച്ചു ചേർക്കണേ. എന്നിട്ട് ആ തവള എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഈ കുളവും വറ്റി, ആ കുളവും വറ്റി, വറ്റാത്ത കുളം ഉണ്ടാവുമോ എന്നാണ് തവള പറഞ്ഞത്. തവള കുളം അന്വേഷിച്ചു പുറപ്പെട്ടു. തവള ഒത്തിരി ദൂരം സഞ്ചരിച്ചു, ചാടി ചാടി സഞ്ചരിച്ചു. അപ്പോൾ സഞ്ചാരിക്കാക്ക അതുവഴി വന്നു. സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുക എന്നാണ് അർത്ഥം. തവള ചോദിച്ചു, സഞ്ചാരിക്കാക്കേ, ഇവിടെ അടുത്ത് കുളമുണ്ടോ? കാക്ക പറഞ്ഞു, ഉണ്ടല്ലോ. അപ്പോൾ തവള, എവിടെ? ആ പറങ്കിമാവിന്റെ അപ്പുറത്ത്. കാക്ക മറുപടി നൽകി. പറങ്കിമാവ് എന്താണെന്നറിയാമോ? കശുവണ്ടി ഉണ്ടാവുന്ന മരമാണ് പറങ്കിമാവ്. കാക്ക ചോദിച്ചു, എന്തിനാണ് കുളം തിരയുന്നത്? തവള പറഞ്ഞു, കുളിക്കാൻ. അപ്പോൾ കാക്ക, ആ കുളത്തിലും വെള്ളം കുറവാ, നിനക്ക് കുളിക്കാനുള്ള വെള്ളം ഉണ്ടാകും. ആമയും തവളയും വഴക്കായി. തവള കുളക്കരയിലെത്തി. ഒറ്റച്ചാട്ടം, ദേഹം മുഴുവൻ ചെളിയായി. തവള കുളത്തിന്റെ മധ്യത്തിലുള്ള പാറയിൽ കയറി. അത് പാറയല്ലായിരുന്നു, ഒരു ആമയായിരുന്നു. ആമ നോക്കി, ഒരു ഭീകരജീവി. ആമ ഭയന്നു. അയ്യോ, രക്ഷിക്കണേ! ആമ നിലവിളിച്ചു. പാറ നിലവിളിക്കുന്നത് കേട്ട തവളയും ഭയന്നു. അയ്യോ, രക്ഷിക്കണേ! തവള നിലവിളിച്ചു. രണ്ടുപേരും അയ്യോ രക്ഷിക്കണേ എന്ന് പറഞ്ഞു നിലവിളിച്ചു. കുളത്തിന്റെ കരയിൽ ഒരു ബോർഡ് കണ്ടില്ലേ? അതാണ് പരസ്യപ്പലക. അതിലെന്താണ് എഴുതി വച്ചിരിക്കുന്നത്? അവിടെ വരുന്നവർക്ക് വായിക്കാനാണത്. അന്യർക്ക് പ്രവേശനമില്ല. അന്യർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ എന്നാണ് അർത്ഥം. അതായത് കുളത്തിന്റെ ഉടമസ്ഥരല്ലാത്തവർക്ക് കുളത്തിൽ വരാൻ പാടില്ല. ആമ ചോദിച്ചു, നീ ആയിരുന്നോ? നീ എന്തിനാ എന്റെ കുളത്തിലേക്ക് വന്നത്? അത് കേട്ട് തവള പറഞ്ഞു, നിന്റെ കുളമോ? ഇത് എല്ലാവരുടെയും കുളമാണ്. ആമ പറഞ്ഞു, ആ പരസ്യപ്പലക നോക്കൂ. അവർ തമ്മിൽ കലഹമായി. കലഹമായി എന്ന് പറഞ്ഞാൽ വഴക്കായി എന്നാണ് അർത്ഥം. ബഹളം കേട്ട് ധാരാളം ജീവികൾ ഒത്തുകൂടി. സഞ്ചാരിക്കാക്ക പറഞ്ഞു, കഷ്ടം കഷ്ടം, കലഹം നിർത്തൂ. മറ്റുള്ള ജീവികൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കലഹിക്കുന്നത്? ഏതെല്ലാം ജീവികൾ? ചിത്രം നോക്കി എഴുതൂ. ആന, ജിറാഫ്, കാട്ടുപോത്ത്, പുലി, സിംഹം, കുരങ്ങൻ, എലി, തവള, ആമ, കാക്ക. ചീങ്കണ്ണി വന്നു. പരസ്യപ്പലക വെട്ടി എഴുതി. അന്യർക്ക് പ്രവേശനമില്ല എന്നത് വെട്ടി ആരും അന്യരല്ല എന്ന് എഴുതി. അതായത് എല്ലാവരും വേണ്ടപ്പെട്ടവർ എന്ന അർത്ഥത്തിൽ. ആന തുമ്പിക്കൈ നീട്ടി ആമയെ എടുത്തു കരക്കിട്ടു. എല്ലാവരും മൂക്കുപൊത്തി. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ദുർഗന്ധം ദുർഗന്ധം ദുർഗന്ധം. ദുർഗന്ധം എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട മണം എന്നാണ് അർത്ഥം. ചെളിവെള്ളത്തിന്റെ മണം. കുളം നിറയണം, മഴ പെയ്യണം, മേഘത്തെ വിളിക്കാം. മഴ പെയ്തു, കുളം നിറഞ്ഞു. ആമ പറഞ്ഞു, വരൂ തവളെ, നമുക്ക് കുളത്തിലൂടെ നീന്തി കളിക്കാം. തവള ചോദിച്ചു, നീ എന്നോട് വഴക്കിടുമോ? ആമ പറഞ്ഞു, ഇല്ല. എല്ലാവർക്കും ആമയെ ഇഷ്ടമായി. വാ തവളെ, പുറത്തു കയറൂ. ആമ ക്ഷണിച്ചു. തവള പുറത്തു കയറി. പിന്നാലെ മീനുകളുടെ ജലഘോഷയാത്ര. അത് ഗംഭീരമായി. ആമ വിളിച്ചപ്പോൾ തവള ആമയുടെ പുറത്തു കയറി. അവരുടെ പിന്നാലെ മീനുകൾ ജലഘോഷയാത്ര നടത്തി. ഘോഷയാത്ര എന്ന് പറഞ്ഞാൽ ജാഥ പോലെ സന്തോഷത്തിൽ അവരുടെ പിന്നിൽ പോയി. ആരോ പുതിയ പരസ്യപ്പലക വെച്ചു. കുളം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. കുളം മലിനമാക്കരുത് എന്ന് വെച്ചാൽ എല്ലാവർക്കും കുളം ഉപയോഗിക്കാം. പക്ഷേ കുളത്തിൽ ആവശ്യമില്ലാത്ത ഒന്നും ഇടരുത്. അങ്ങനെ കുളം ചീത്തയാക്കരുത്. ആരുടെയെല്ലാം? ആരുടേതൊക്കെയാണ് കുളം? താറാവ്, കുളക്കോഴി, കൊഞ്ച്, ആമ, മീൻ, ആന, കൊച്ചി, നീർക്കോലി. ഇനിയും കുറേ ജീവികളുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് ജീവികളെ മാത്രമേ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. ജീവികളെ തരംതിരിക്കാം, എഴുതാം.
ജലത്തിൽ മാത്രം ജീവിക്കുന്നവ. മീൻ, കൊഞ്ച്. കക്ക, കല്ലുമ്മക്കായ. ജലത്തിലും കരയിലും ജീവിക്കുന്നവ. ആമ, തവള, മുതല, ഞണ്ട്. കരയിൽ മാത്രം ജീവിക്കുന്നവ. പൂച്ച, നായ, പശു, ആട്. ശരിയായ രീതിക്കു നേരെ ടിക്ക് അടയാളം നൽകുക. ഒരു കുട്ടി ചെടിക്ക് വെള്ളമൊഴിക്കുന്നതാണ് ശരിയായ രീതി. ബാക്കിയെല്ലാം ജലം പാഴാക്കുന്നതാണ്. ജലം അമൂല്യമാണ്. ജലം പാഴാക്കരുത്. നിർമ്മിക്കാം, ഒട്ടിക്കാം. ആദ്യം ഒരു ചതുര പേപ്പർ എടുക്കുക. ശേഷം അതിനെ വട്ടത്തിൽ മുറിക്കുക. എന്നിട്ട് നേരെ പകുതിക്ക് വെച്ച് മടക്കുക. ചെറിയ 2 വട്ടങ്ങൾ വെട്ടിയെടുത്ത് ചിത്രത്തിൽ കാണുന്നത് പോലെ ഒട്ടിക്കുക. ചെറിയ വട്ടങ്ങളുടെ നടുക്ക് കറുപ്പ് നിറം കൊടുക്കുക. കുളം വരയ്ക്കുക. തവളയെ അതിൽ ഒട്ടിക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് ആരെയാണ്? ഒരു തവളയെയാണ്. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും പാഠഭാഗത്തെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യണേ. താങ്ക് യു.